പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ 7ാം ക്ലാസ്സിലെ അടിസ്ഥാന ശാസ്ത്രത്തിലെ 40 ചോദ്യങ്ങളാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. PSC ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. LDC LGS എക്സാമുകൾക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിലാണ് ക്വസ്റ്റ്യൻസ് തയ്യാറാക്കിയിട്ടുള്ളത്. മുഴുവൻ ചോദ്യങ്ങൾക്കും ഉത്തരം നൽകാൻ ശ്രമിക്കുക. നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യാനും മറക്കരുത്. നമുക്ക് ചോദ്യങ്ങളിലേക്ക് പോകാം. ഒന്നാമത്തെ ചോദ്യം, ഭൂമിയിലെ ജലത്തിന്റെ എത്ര ശതമാനമാണ് ഭൂഗർഭജലം? ഭൂമിയിലെ ജലത്തിന്റെ എത്ര ശതമാനമാണ് ഭൂഗർഭജലം? ഉത്തരം 1.69%. 1.69% ഭൂമിയിലെ ജലത്തിൽ ഭൂഗർഭജലത്തിന്റെ അളവ്. അടുത്ത ചോദ്യം, ലക്ഷദ്വീപ് ഓർഡിനറി ഏത് സസ്യ ഇനം ആണ്? ലക്ഷദ്വീപ് ഓർഡിനറി ഏത് സസ്യ ഇനം ആണ്? ഉത്തരം തെങ്ങ്. അടുത്ത ചോദ്യം, ടാർട്രാസിൻ എന്ന രാസവസ്തു ഭക്ഷണ പദാർത്ഥങ്ങളിൽ ചേർക്കുന്നത് ഏത് നിറം ലഭിക്കാനാണ്? ടാർട്രാസിൻ എന്ന രാസവസ്തു ഭക്ഷണ പദാർത്ഥങ്ങളിൽ ചേർക്കുന്നത് ഏത് നിറം ലഭിക്കാനാണ്? ഉത്തരം ടാർട്രാസിൻ ചേർക്കുന്നത് മഞ്ഞ നിറം ലഭിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, പാലിന്റെ ശുദ്ധത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? പാലിന്റെ ശുദ്ധത അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണം ഏതാണ്? ഉത്തരം ലാക്ടോമീറ്റർ. ലാക്ടോമീറ്റർ ഉപയോഗിക്കുന്നത് പാലിന്റെ ശുദ്ധത അളക്കാൻ ഉപയോഗിക്കുന്നതാണ്. അടുത്ത ചോദ്യം, പല്ലിന്റെ ഏറ്റവും ഉപരിതല ഭാഗം ഏതാണ്? പല്ലിന്റെ ഏറ്റവും ഉപരിതല ഭാഗം ഏതാണ്? ഉത്തരം ഇനാമൽ. അടുത്ത ചോദ്യം, ശാരീരിക പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാവുന്നതും ശരീരത്തിന് ആവശ്യമില്ലാത്തതുമായിട്ടുള്ള വസ്തുക്കളെ ശരീരം പുറന്തള്ളുന്ന പ്രക്രിയ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ശാരീരിക പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാവുന്നതും ശരീരത്തിന് ആവശ്യമില്ലാത്തതുമായിട്ടുള്ള വസ്തുക്കളെ ശരീരം പുറന്തള്ളുന്ന പ്രക്രിയ ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം വിസർജനം. അടുത്ത ചോദ്യം, ദ്രാവകങ്ങളിൽ താപം കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഏത് രീതിയിലൂടെയാണ്? ദ്രാവകങ്ങളിൽ താപം കൈമാറ്റം ചെയ്യപ്പെടുന്നത് ഏത് രീതിയിലൂടെയാണ്? ഉത്തരം സംവഹനം. സംവഹനത്തിലൂടെയാണ് ദ്രാവകങ്ങളിൽ താപം കൈമാറ്റം ചെയ്യപ്പെടുന്നത്. അടുത്ത ചോദ്യം, മരച്ചീനി, മധുരക്കിഴങ്ങ് എന്നിവയിൽ കാണപ്പെടുന്ന പ്രത്യുൽപാദന രീതി ഏതാണ്? മരച്ചീനി, മധുരക്കിഴങ്ങ് എന്നിവയിൽ കാണപ്പെടുന്ന പ്രത്യുൽപാദന രീതി ഏതാണ്? ഉത്തരം കായിക പ്രജനനം. കായിക പ്രജനനം വഴിയാണ് മരച്ചീനി, മധുരക്കിഴങ്ങ് എന്നിവയിൽ പ്രത്യുൽപാദനം നടക്കുന്നത്. ഉത്തരം കായിക പ്രത്യുൽപാദനം. അടുത്ത ചോദ്യം, പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്കുണ്ടാകുന്ന വ്യതിയാനമാണ് ഡാഷ്. പ്രകാശം ഒരു മാധ്യമത്തിൽ നിന്ന് സാന്ദ്രതാ വ്യത്യാസമുള്ള മറ്റൊരു മാധ്യമത്തിലേക്ക് കടക്കുമ്പോൾ അതിന്റെ പാതയ്ക്ക് വ്യതിയാനം സംഭവിക്കുന്നു. ഈ പ്രതിഭാസം എന്താണ് എന്നാണ് ചോദ്യം. ഉത്തരം അപവർത്തനം. അടുത്ത ചോദ്യം, മണ്ണിനെ കുറിച്ചുള്ള പഠനം അറിയപ്പെടുന്നത് ഏത് പേരിലാണ്? മണ്ണിനെ കുറിച്ചിട്ടുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം പെഡോളജി. അടുത്ത ചോദ്യം, നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ എവിടെ സ്ഥിതി ചെയ്യുന്നു? നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ന്യൂട്രീഷൻ എവിടെ സ്ഥിതി ചെയ്യുന്നു? ഉത്തരം ഹൈദരാബാദ്. അടുത്ത ചോദ്യം, കടൽക്കാറ്റ് എപ്പോഴാണ് അനുഭവപ്പെടാറുള്ളത്? കടൽക്കാറ്റ് എപ്പോഴാണ് അനുഭവപ്പെടാറുള്ളത്? കടൽക്കാറ്റ് അനുഭവപ്പെടുന്നത് പകൽ സമയങ്ങളിലാണ്. അടുത്ത ചോദ്യം, വാട്ടർ പ്യൂരിഫയറുകളിൽ ക്ലോറിനേഷൻ നടത്തുന്നതിനു പകരം ഡാഷ് രശ്മികളെ ഉപയോഗപ്പെടുത്തുന്നു. ഏതാണ് ആ രശ്മികൾ? വാട്ടർ പ്യൂരിഫയറുകളിൽ ക്ലോറിനേഷൻ നടത്തുന്നതിനു പകരം ഡാഷ് രശ്മികളെ ഉപയോഗപ്പെടുത്തുന്നു. ഏത് രശ്മികളെയാണ് ഉപയോഗപ്പെടുത്തുന്നത്? ഉത്തരം അൾട്രാ വയലറ്റ് രശ്മികളെയാണ് ക്ലോറിനേഷനു പകരം വാട്ടർ പ്യൂരിഫയറുകളിൽ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. വസ്തുക്കളുടെ വലിയ പ്രതിബിംബം ഉണ്ടാക്കാനുള്ള കഴിവുള്ള ദർപ്പണം ഏതാണ്? വസ്തുക്കളുടെ വലിയ പ്രതിബിംബം ഉണ്ടാക്കാൻ കഴിവുള്ള ദർപ്പണം ഏതാണ്? ഉത്തരം കോൺകേവ് ദർപ്പണമാണ്. അടുത്ത ചോദ്യം, മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതിയാണ്. ഉത്തരമായിട്ട് വരുന്നത് ഏതാണ്? ഉത്തരം വികിരണമാണ്. അടുത്ത ചോദ്യം, ഉറുമ്പ് കടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ആസിഡ് ഏതാണ്? ഉറുമ്പ് കടിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലേക്ക് പ്രവേശിക്കുന്ന ആസിഡ് ഏതാണ്? ഉത്തരം ഫോർമിക് ആസിഡ്. അടുത്ത ചോദ്യം, ഒരു പൂച്ചെടിയിൽ പല നിറം പൂക്കൾ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന രീതി ഏതാണ്? ഒരു പൂച്ചെടിയിൽ തന്നെ പല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാക്കണം. അതിനായിട്ട് ഉപയോഗിക്കുന്ന രീതി ഏതാണ്? ഉത്തരം ബഡ്ഡിംഗ് ആണ്. ബഡ്ഡിംഗ് വഴിയാണ് ഒരു പൂച്ചെടിയിൽ തന്നെ പല നിറത്തിലുള്ള പൂക്കൾ ഉണ്ടാക്കുന്നത്. അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സൂര്യതാപം ഭൂമിയിലെത്താൻ കാരണമാകുന്ന താപപ്രേഷണ രീതി ഏതാണ്? സൂര്യതാപം ഭൂമിയിൽ എത്താൻ കാരണമാകുന്ന താപപ്രേഷണ രീതി ഏതാണ്? ഉത്തരം വികിരണം വഴിയാണ് സൂര്യതാപം നമ്മുടെ ഭൂമിയിൽ എത്തുന്നത്.
അടുത്ത ചോദ്യം, വൃക്കയുടെ ശരിയായിട്ടുള്ള പ്രവർത്തനത്തിന് മുതിർന്നവർ കുറഞ്ഞത് എത്ര ലിറ്റർ വെള്ളം കുടിക്കണം? വൃക്കയുടെ ശരിയായിട്ടുള്ള പ്രവർത്തനത്തിന് മുതിർന്നവർ കുറഞ്ഞത് എത്ര ലിറ്റർ ആണ് വെള്ളം കുടിക്കേണ്ടത്? ഉത്തരം 3 ലിറ്റർ. അടുത്ത ചോദ്യം, മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ഏതാണ്? ഉത്തരം ടാനിക് ആസിഡ് ആണ് മഷി, തുകൽ എന്നിവയുടെ നിർമ്മാണത്തിന് ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, മിനുസമില്ലാത്ത പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ സംഭവിക്കുന്ന പ്രതിപതനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മിനുസമില്ലാത്ത പ്രതലങ്ങളിൽ പ്രകാശം പതിക്കുമ്പോൾ സംഭവിക്കുന്ന പ്രതിപതനം ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം വിസരിത പ്രതിപതനം. മിനുസമുള്ള പ്രതലങ്ങളിലാണെങ്കിൽ ക്രമപ്രതിപതനവും മിനുസമില്ലാത്ത പ്രതലങ്ങളിലാണെങ്കിൽ അവിടെ വിസരിത പ്രതിപതനവുമാണ് നടക്കുന്നത്. അടുത്ത ചോദ്യം, ദഹിച്ച ആഹാരം ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയ ഏതു പേരിലാണ് അറിയപ്പെടുന്നത്? ദഹിച്ച ആഹാരം ശരീരം സ്വീകരിക്കുന്ന പ്രക്രിയ ഏതു പേരിൽ അറിയപ്പെടുന്നു? ഉത്തരം ആഗിരണം. അടുത്ത ചോദ്യം, ലൂയി പാസ്റ്റർ ഏത് രാജ്യക്കാരൻ ആണ്? ലൂയി പാസ്റ്റർ ഏത് രാജ്യക്കാരനാണ്? ഉത്തരം ഫ്രാൻസ് ആണ്. ഫ്രാൻസ് രാജ്യക്കാരനാണ് ലൂയി പാസ്റ്റർ. അടുത്ത ചോദ്യം, ഹരിതക സസ്യങ്ങൾ ആഹാരത്തിനായി മറ്റ് ജീവികളെ ആശ്രയിക്കുന്നില്ല, അതിനാൽ ഇവയെ ഡാഷ് എന്ന് പറയുന്നു. ഹരിതക സസ്യങ്ങൾ ആഹാരത്തിനായിട്ട് മറ്റ് ജീവികളെ ആശ്രയിക്കുന്നില്ല, അതിനാൽ ഇവയെ ഡാഷ് എന്ന് പറയുന്നു. ഉത്തരം സ്വപോഷികൾ. സ്വപോഷികൾ എന്നാണ് ഹരിതക സസ്യങ്ങൾ അറിയപ്പെടുന്നത്, കാരണം അവ ആഹാരത്തിനായിട്ട് മറ്റ് ജീവികളെ ആശ്രയിക്കുന്നില്ല. അടുത്ത ചോദ്യം, പക്ഷികളുടെ ഹൃദയത്തിന് എത്ര അറകളുണ്ട്? പക്ഷികളുടെ ഹൃദയത്തിന് എത്ര അറകളാണുള്ളത്? ഉത്തരം 4 അറകളാണ് പക്ഷികൾക്കുള്ളത്. അടുത്ത ചോദ്യം, pH മൂല്യം 7 കുറവായാൽ ആ പദാർത്ഥത്തിന്റെ സ്വഭാവം എന്തായിരിക്കും? നിർവീര്യമായിരിക്കോ, ആസിഡ് ആയിരിക്കോ, ആൽക്കലി ആയിരിക്കോ, അതോ ഇതൊന്നും അല്ലാതായിരിക്കുമോ? ഉത്തരമായിട്ട് വരുന്നത് എന്താണ്? ഉത്തരം ആസിഡ് ആണ്. pH മൂല്യം 7 കുറവായാൽ ആസിഡും 7 കൂടുതലായാൽ അത് ആൽക്കലിയും 7 ആയാൽ അത് ന്യൂട്രലും ആയിരിക്കും. അടുത്ത ചോദ്യം, ചാവക്കാട് ഓറഞ്ച്, ചാവക്കാട് ഗ്രീൻ ഏത് സസ്യയിനം ആണ്? ചാവക്കാട് ഓറഞ്ചും ചാവക്കാട് ഗ്രീനും ഏത് സസ്യയിനം ആണ്? ഉത്തരം എന്താണ്? ഉത്തരം തെങ്ങാണ്. തെങ്ങിന്റെ വിവിധങ്ങളായിട്ടുള്ള സങ്കര ഇനങ്ങളാണ് ചാവക്കാട് ഓറഞ്ചും ചാവക്കാട് ഗ്രീനും. അടുത്ത ചോദ്യം, പാഴ്ചറൈസേഷൻ വഴി കേടുകൂടാതെ സൂക്ഷിക്കുന്ന ഭക്ഷ്യവസ്തു ഏതാണ്? പാഴ്ചറൈസേഷൻ വഴി കേടുകൂടാതെ സൂക്ഷിക്കുന്ന ഭക്ഷ്യവസ്തു ഏതാണ്? ഉത്തരം പാലാണ്. അടുത്ത ചോദ്യം, പല്ലിയുടെ ഹൃദയത്തിന് എത്ര അറകളാണുള്ളത്? പല്ലിയുടെ ഹൃദയത്തിന് എത്ര അറകളാണുള്ളത്? അവിടെ ഒരു 23 എക്സ്ട്രാ വന്നിട്ടുണ്ട്, അത് മിസ്റ്റേക്കാണ്, ടൈപ്പിംഗ് മിസ്റ്റേക്കാണ്. പല്ലിയുടെ ഹൃദയത്തിന് എത്ര അറകളാണുള്ളത്? ഉത്തരമായിട്ട് വരുന്നത് 3 ആണ്. പല്ലിയുടെ ഹൃദയത്തിന് 3 അറകളാണുള്ളത്. അടുത്ത ചോദ്യം, വായു ഉള്ളിലേക്ക് എടുക്കുന്ന പ്രവർത്തനമാണ് ഡാഷ്. വായു ഉള്ളിലേക്ക് എടുക്കുന്ന പ്രവർത്തനമാണ് ഡാഷ്. ഉത്തരമായിട്ട് വരുന്നത് എന്താണ്? വായു ഉള്ളിലേക്ക് എടുക്കുന്ന പ്രവർത്തനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ഉച്ഛ്വാസമാണ്. അടുത്ത ചോദ്യം, സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാകുന്ന പ്രത്യുൽപാദന രീതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? സസ്യങ്ങളുടെ വേര്, തണ്ട്, ഇല തുടങ്ങിയ ഭാഗങ്ങളിൽ നിന്ന് പുതിയ ചെടി ഉണ്ടാകുന്ന പ്രത്യുൽപാദന രീതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം കായിക പ്രജനനം എന്നാണ് ഈ രീതി അറിയപ്പെടുന്നത്. അടുത്ത ചോദ്യം, കുട്ടികൾക്കുണ്ടാകുന്ന പാൽപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? കുട്ടികൾക്കുണ്ടാകുന്ന പാൽപ്പല്ലുകളുടെ എണ്ണം എത്രയാണ്? ഉത്തരം 20 പാൽപ്പല്ലുകളാണ് കുട്ടികൾക്ക് ഉണ്ടാവുന്നത്. അടുത്ത ചോദ്യം, ജ്യോതിക ഏത് വിളയുടെ സങ്കര ഇനമാണ്? ജ്യോതിക ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഉത്തരം പയറിന്റെ സങ്കര ഇനമാണെന്ത്? ജ്യോതിക. അടുത്ത ചോദ്യം, ഹ്രസ്വ ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഹ്രസ്വ ഏത് വിളയുടെ സങ്കര ഇനമാണ്? ഉത്തരം നെല്ലിന്റെ സങ്കര ഇനമാണ് ഹ്രസ്വ. അടുത്ത ചോദ്യം, പ്രകാശത്തിലെ ഘടകവർണ്ണങ്ങൾ എല്ലാം ചേർന്നാൽ ലഭിക്കുന്ന നിറം. പ്രകാശത്തിലെ ഘടകവർണ്ണങ്ങൾ എല്ലാം ചേർന്നാൽ ലഭിക്കുന്ന നിറം ഏതാണ്? ഉത്തരം വെള്ള നിറമാണ് പ്രകാശത്തിലെ ഘടകവർണ്ണങ്ങൾ എല്ലാം ചേർന്നാൽ ലഭിക്കുന്നത്. അടുത്ത ചോദ്യം, പോഷണ പ്രക്രിയയിലെ ആദ്യഘട്ടം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പോഷണ പ്രക്രിയയിലെ ആദ്യഘട്ടം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ആഹാര സ്വീകരണം. അടുത്ത ചോദ്യം, ക്യാമറയിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? ക്യാമറയിൽ ഉപയോഗിക്കുന്ന ലെൻസ് ഏതാണ്? ഉത്തരം കോൺവെക്സ് ലെൻസ് ആണ് നമ്മുടെ ക്യാമറയിൽ ഉപയോഗിക്കുന്നത്. അടുത്ത ചോദ്യം, പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? പുളിയിൽ അടങ്ങിയിരിക്കുന്ന ആസിഡ് ഏതാണ്? ഉത്തരം ടാർട്ടാറിക് ആസിഡ്. അടുത്ത ചോദ്യം, തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി. തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെ താപം പ്രേഷണം ചെയ്യപ്പെടുന്ന രീതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? ഉത്തരം ചാലനം. തന്മാത്രകളുടെ യഥാർത്ഥത്തിലുള്ള സ്ഥാനമാറ്റം ഇല്ലാതെയാണ് ചാലനം വഴി താപം പ്രേഷണം ചെയ്യപ്പെടുന്നത്. അടുത്ത ചോദ്യം, ഗംഗാബോന്തം ഏത് സസ്യയിനമാണ്?
ഗംഗാബോധം ഏത് സസ്യയിനം ആണ്? ഉത്തരം തെങ്ങ്. അടുത്ത ചോദ്യം, മധ്യത്തിൽ കനം കുറഞ്ഞതും വക്കുകളിൽ കനം കൂടിയതുമായിട്ടുള്ള ലെൻസ്. മധ്യത്തിൽ കനം കുറഞ്ഞതും വക്കുകളിൽ കനം കൂടിയതുമായിട്ടുള്ള ലെൻസ്. ഉത്തരം കോൺകേവ് ലെൻസ്. കോൺകേവ് ലെൻസിന്റെ മധ്യത്തിൽ കനം കുറവും വക്കുകളിൽ കനം കൂടുതലുമാണ്. അടുത്ത ചോദ്യം, ആർക്കിമിഡീസിന്റെ ജീവിത കാലഘട്ടം. ആർക്കിമിഡീസിന്റെ ജീവിത കാലഘട്ടം ഉത്തരമായിട്ട് വരുന്നത് BC 287 മുതൽ BC 212 വരെയാണ് ആർക്കിമിഡീസിന്റെ ജീവിത കാലഘട്ടം. 40 ചോദ്യങ്ങളായിട്ടുണ്ട്. ഈ 40 ചോദ്യങ്ങൾ നമ്മൾ SCERT 7ാം ക്ലാസ് അടിസ്ഥാന ശാസ്ത്രത്തിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. 40 ചോദ്യങ്ങളും ഒരുപാട് തവണ PSC ചോദിച്ചിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യങ്ങളാണ്. നിങ്ങളുടെ മാർക്ക് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഉപകാരപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമുക്ക് ഇതുപോലുള്ള വീഡിയോകളായിട്ട് കാണാം. അതുവരേക്കും ബൈ.